ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. ഞാനിപ്പോൾ വന്നേക്കുന്നത് BBSൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മോർണിംഗ് അവിടെ പറയത്തക്ക BBSൽ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു തരാഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈവനിങ് അവിടെ ഒരു ടാസ്ക് നടന്നു. അത് ഇന്നലെ വന്ന 5 പേർക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. പക്ഷേ ആ ടാസ്കിൽ 7ൻ്റെ പണി കിട്ടിയിരിക്കുന്ന BBSനുള്ളിലുള്ള വ്യക്തിക്കാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ അക്ബറിനാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ഇവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു പണിപ്പുര ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിൽ ഈ ബോംബെന്ന് പറയുന്ന ഒരു വലിയ ബോക്സാണ്, ബിഗ് ബോക്സ് ബോംബിൻ്റെ ആ ബോക്സിനകത്തുള്ള ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പണി കൊടുക്കാം, ആ ഒരു രീതി ഉണ്ടായിരുന്നു. അവർ തിരഞ്ഞെടുത്ത് അക്ബറിനെയാണ്. അക്ബറിന് ഇനി നമ്മുടെ BBS വിട്ടു പോകുന്ന കാലം വരയ്ക്കും, ഇല്ലെങ്കിൽ ആ ദിവസം വരയ്ക്കും നമ്മുടെ അക്ബറിന് ഒരിക്കലും ഈ ക്യാപ്റ്റൻ ടാസ്കിൽ പങ്കെടുക്കാനോ ഇനി അതിൽ ക്യാപ്റ്റൻ ആവാനോ പറ്റില്ല എന്നൊരു വലിയ 7ൻ്റെ പണിയാണ് ഈ 5 പേരോട് ചേർന്ന് കൊടുത്തിരിക്കുന്നത്. അതൊരു മോശം ഗെയിമായിരുന്നു തന്നെ പറയാം. കാരണം ഇത്രയും ദിവസം അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് കളിച്ചവരാണ്. എന്താ ഇപ്പം ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ പോലും അവർ ഈ ഗെയിമിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് കളിച്ച് നിന്ന വ്യക്തികൾ തന്നെയാണ്. ഗ്രൂപ്പിസം ഉണ്ട്, ഇല്ലെന്നൊരിക്കലും ഞാൻ അക്ബർ ഗ്രൂപ്പിസം ഉണ്ട് ഇല്ലെന്നൊരിക്കലും ഞാൻ, പക്ഷേ ഈ ഒരു രീതിയിൽ അക്ബറിനെ പൂട്ടിയത് വളരെ മോശപ്പെട്ട രീതിയായിപ്പോയി എന്ന് തന്നെ പറയാം. അത് ബിഗ് ബോസിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ഇത്ര സ്ട്രഗിൾ ചെയ്തവരല്ലേ, തീർച്ചയായിട്ടും അവർ ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനായ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഗെയിമിൻ്റെ രീതി ഗെയിമായിട്ട് കാണുക എന്ന് പറയുമായിരിക്കും, പക്ഷേ അത് ഒരിക്കലല്ല. ഈ വന്ന 5 പേരെ കൊണ്ട് 7ൻ്റെ പണി കൊടുപ്പിച്ചത് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ പറയാം. അപ്പോൾ അടുത്തൊരു അപ്ഡേഷൻ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.